അഞ്ചാമത്തെ ഋക്ക് നോക്കാം. യദാദിധ്യേ ന ദവിഷാണ്യേഭിഃ പരായദ്ഭ്യോ വഹീയേ സഖിഭ്യഃ നിയുക്താശ്ച ബഭ്രവോ വാചമക്രതം ഏമീദേശാൻ നിഷ്കൃതം ജാരിണീവ എന്ന് അഞ്ചാമത്തെ ഋക്ക്. യത് ആദിധ്യേ ന ദവിഷാണി ഏഭിഃ പരായദ്ഭ്യഃ അവഹീയേ സഖിഭ്യഃ നി ഉപ്താഃ ച ബഭ്രവഃ വാചം അക്രത ഏമി ഇത് ഏഷാം നി കൃതം ജാരിണീ ഇവ. ഋക്കിന്റെ പദച്ഛേദം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല വാക്കുകളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പദച്ഛേദം ചെയ്യുക. അത് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യത് ആദിധ്യേ ന ദവിഷാണി ഏഭിഃ പരായദ്ഭ്യഃ അവഹീയേ സഖിഭ്യഃ നി ഉപ്താഃ ച ബഭ്രവഃ വാചം അക്രത ഏമി ഇത് ഏഷാം നി കൃതം ജാരിണീ ഇവ. പദച്ഛേദം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്വയം നോക്കാം. അന്വയം യത് ആദിധ്യേ ഏഭിഃ ന ദവിഷാണി പരായദ്ഭ്യഃ സഖിഭ്യഃ അവഹീയേ കിഞ്ച ബഭ്രവഃ നിയുക്താഃ സന്തഃ വാചമക്രത ഏഷാം നിഷ്കൃതം ജാരിണീ ഇവ ഏമി ഇത്. അങ്ങനെയാണ് ഇവിടെ അന്വയം വരിക. ഇവിടെ വളരെ ഭാവനാത്മകമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ഋക്കിലൂടെ കിതവൻ അവതരിപ്പിക്കുന്നത്. കിതവൻ ചൂതുകളിക്കാരൻ തൻ്റെ അവസ്ഥയെ പറയുകയാണ്. ഞാൻ അന്വയം ഒന്നും കൂടി പറയാം. യത് ആദിധ്യേ ഏഭിഃ ന ദവിഷാണി പരായദ്ഭ്യഃ സഖിഭ്യഃ അവഹീയേ കിഞ്ച ബഭ്രവഃ നിയുക്താഃ വാചമക്രത തദാ അഹം ഏഷാം നിഷ്കൃതം ജാരിണീവ ഏമി ഇത്. ഇങ്ങനെയാണ് അന്വയം വരിക. അതിന്റെ ഭാവാർത്ഥം ഒന്ന് നോക്കാം. യദാ അഹം ധ്യായാമി തദാനീം അക്ഷയേ ന പരിതപാമി ന ദൂഷയേ ന ദേവിഷ്യാമി ഇത്യർത്ഥഃ. സ്വയമേവ പരാഗച്ഛദ്ഭ്യഃ സഖീഭൂതേഭ്യഃ കിതവേഭ്യഃ അവഹിതോ ഭവാമി നാഹം പ്രഥമമക്ഷാൻ വിസൃജാമി കിഞ്ച ബഭ്രുവർണാ അക്ഷാഃ കിതവൈരവക്ഷിപ്താഃ സന്തഃ ശബ്ദം കുർവന്തി തദാ സർവം സങ്കൽപ്പം പരിത്യജ്യ അക്ഷവ്യസനേന അഭിഭൂയമാനോഹം അക്ഷാണാം സ്ഥാനം യഥാ കാമവ്യസനേന അഭിഭൂയമാന സ്വൈരിണി സങ്കേതസ്ഥാനം യാതി തദ്വത് ഗച്ഛാമ്യേവ എന്ന് ഭാവാർത്ഥം വരും. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴാണോ ഞാൻ ധ്യാനിക്കുന്നത് അപ്പോൾ ഈ അക്ഷങ്ങളാൽ ഒട്ടും തന്നെ പരിതപിക്കുന്നില്ല, ഇവ കൊണ്ട് കളിക്കുന്നില്ല എന്നർത്ഥം. പക്ഷേ
സ്വയം പരാജിതരായ അല്ലെങ്കിൽ മടങ്ങിപ്പോയ തൻ്റെ സുഹൃത്തുക്കളായ കിതവന്മാരാൽ ഞാൻ അവഹിതനായി ഭവിക്കുന്നു. അവരെന്നെ പരിഹസിക്കുന്നു. എന്നാലും ഞാൻ ആദ്യം കളിക്കുന്ന കരുക്കളെ ഞാൻ ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഈ തവിട്ടു നിറത്തിലുള്ള, അതാണ് ബഭ്രുവർണ്ണ, തവിട്ടു നിറത്തിലുള്ള അക്ഷങ്ങൾ കിതവന്മാരാൽ പലകമേൽ എറിയുന്ന സമയത്ത് അവ ശബ്ദമുണ്ടാക്കുമ്പോൾ അത് കേട്ട് എൻ്റെ നിയന്ത്രണം വിടുന്നു. എന്നിട്ട് ഞാൻ എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ച് ചൂതുകളിയിലുള്ള അഭിനിവേശം മൂത്ത് ഞാൻ ഈ അക്ഷങ്ങളുടെ സ്ഥാനം അന്വേഷിച്ച് ഒരു ജാരിണി, ഒരു വേശ്യ അല്ലെങ്കിൽ ഒരു കാമുകനെ അന്വേഷിച്ചു പോകുന്ന ജാരിണി എപ്രകാരമാണോ കാമവ്യസനം കൊണ്ട് അഭിഭൂയമാനയായി, തോൽപ്പിക്കപ്പെട്ടവളായി സങ്കേതസ്ഥാനത്തിലേക്ക് പോകുന്നത്, അതുപോലെ ഞാൻ ചൂതുകളിക്കാരുടെ ഇടയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യം നിയന്ത്രിച്ചിരുന്നവനാണ്. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നു എന്നാണ് ഈ ഋക്കില് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് പദച്ഛേദം നല്ലോണം ശ്രദ്ധിക്കണം, വാക്കുകളുടെ അർത്ഥവും നല്ലോണം ശ്രദ്ധിക്കണം. അത് നോട്ടിലേക്ക് പകർത്തി എഴുതാം.